السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസീസ് 2015 മാർച്ച് മാസം 6-ാം തീയതി നടത്തിയ ജുമാ ഖുതുബയാണ്. അതിലെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുവാൻ പോകുന്നത്. ഹസ്രത്ത് ഖലീഫത്തുള്ള നാട്യവും കുഴലൂത്തുകാരും അരിയ അൽ സുംറ എന്ന പേരിൽ പ്രസ്തുത പ്രഭാഷണം നടത്തിയത് ആളുകളുടെ വിവിധ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, വൈകൃതങ്ങൾ, ഇതുകൊണ്ടുള്ള ഗുണദോഷങ്ങൾ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഖുർആനിലും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിലും തരുന്ന പാഠങ്ങൾ മനുഷ്യ പുരോഗതിക്ക്, ഐഹിക ലോകത്തിലും പാരത്രിക ലോകത്തുമുള്ള പുരോഗതിക്ക് അനിവാര്യമാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള അത് സംബന്ധമായി പറയുന്നു, നമ്മുടെ നല്ല പ്രവർത്തനങ്ങളെ നാം ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റരുത്. ആത്മാർത്ഥതയോടെയാണ് ഇസ്ലാം ബന്ധപ്പെട്ടിരിക്കുന്നതും വളരെ പ്രാധാന്യം നൽകുന്നതിനും നാട്യത്തിനും കുഴലെഴുത്തുകാർക്കും മുന്നറിയിപ്പ് നൽകുവാനുണ്ടായ കാരണവും അതുതന്നെ. ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് സമാധാനമാണ്, ശാന്തിയാണ്, അത് നേർവഴിയാണ്, അതിൽ ഒരു കാപട്യവും ഇല്ല. അതാണ് ഇവിടെ നമ്മളോട്, മനുഷ്യരോട് പറയുന്നത്. എന്നാൽ പൊങ്ങച്ചം കാണിക്കൽ അഥവാ ദുരഭിമാനം പ്രകടിപ്പിക്കൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ, സുമറാ എന്നാൽ മറ്റുള്ളവർ സംസാര വിഷയമാക്കുന്നതിനുള്ള ഉദ്ദേശത്തോടെ മാത്രം ചെയ്യുന്ന പ്രവർത്തികൾ. ചുരുക്കത്തിൽ ആളുകളുടെ സംസാര ആക്കണം. അവർ വലിയ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്, അവർ വലിയ ഉന്നതരായ ആളുകളാണ് എന്നൊക്കെ മറ്റുള്ളവർ സംസാരിക്കണം, പറയണം. ആ ഒരു ഉദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ യഥാർത്ഥത്തിൽ നാട്യങ്ങളാണ്. അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അല്ല അവർ പ്രവർത്തിക്കുന്നത്. മറിച്ച് ആളുകൾ പറയണം, ഇന്ന ആളുകൾ, അവർ നല്ല വിശ്വാസികൾ, അവർ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് അവർ പറഞ്ഞ് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ഈ ചെയ്യുന്ന വ്യക്തികൾക്ക് കിട്ടണം. അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ട്. ഒരു വിശ്വാസിയുടെ ആത്മാർത്ഥതയിൽ വിഷം കലർത്തുന്ന സാത്താൻ്റെ വഴിയിൽ പെടുന്നതാണ് താൻ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ മറ്റുള്ളവരോട് പറയുക എന്നത്.
ഞാൻ വലിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് പറയുക എന്നുള്ളത് അതൊരു സാത്താൻ്റെ പ്രവൃത്തിയാണ്. അങ്ങനെ അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവൻ പൊതുജന മധ്യത്തിൽ പരസ്യമാക്കുന്നു. ഒരാൾ ബോധപൂർവമോ അല്ലാതെയോ താൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ അരിയായിലോ സുമറായിലോ അകപ്പെട്ടു പോകുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. 1. ഞാൻ രാവിലെ 3 മണിക്ക് തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേറ്റപ്പോൾ നല്ല തണുപ്പായിരുന്നു. 2. ഇതൊക്കെ സ്വയം വലിയ ആളാണ് എന്ന് കാണിക്കുന്ന ചില വഴികളാണ്. എന്താണ്? ഞാൻ രാവിലെ 3 മണിക്ക് തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേറ്റപ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ആ ആൾ വലിയ തഹജ്ജുദ് നമസ്കാരമൊക്കെ നടത്തി ഭക്തനാണ് എന്ന് മറ്റുള്ളവരത് അറിയണം. അതിനു വേണ്ടിയുള്ള ഒരു ചെപ്പടി വിദ്യ എന്ന് പറയും. 2. അൽഹംദുലില്ലാ, ഞാൻ നിർവഹിച്ച സുന്നത്ത് നോമ്പിലൂടെ എനിക്ക് കുറേ ധനം നഷ്ടമാകാതെ സൂക്ഷിക്കുവാൻ കഴിഞ്ഞു. അതും ഈ ആളുകളുടെ സ്തുതി ഇവർക്ക് കിട്ടുന്നതിന് വേണ്ടി ഇയാൾ വലിയ ഭക്തനാണെന്ന് അറിയിക്കാൻ വേണ്ടി. 3. അവസരം കിട്ടുമ്പോൾ ദാനധർമ്മം ചെയ്യുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മളത് ചെയ്തിട്ട് നമ്മളത് ആരോടെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാ? അയാൾ വലിയ ധർമ്മിഷ്ഠനാണ് കേട്ടോ. 4. സത്യത്തിൽ ഖുർആൻ പാരായണം സമാധാനത്തിൻ്റെ ഉറവിടം തന്നെയാണ്. എല്ലാ ദിവസവും മഗ്‌രിബ് നമസ്കാരാനന്തരം ഞാൻ ഖുർആൻ വായിച്ചു തീരുമ്പോൾ എൻ്റെ ചുമലുകളിൽ നിന്ന് ഒരു ഭാരം ഒഴിഞ്ഞതുപോലെ അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണോ, അതല്ല താൻ കഴിഞ്ഞുകൂടുന്ന സമൂഹത്തിലുള്ള ആളുകളുടെ മുമ്പിൽ ഇയാൾക്ക് ഒരു സ്ഥാനമാനം കിട്ടുന്നതിന് വേണ്ടിയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കേണ്ടതാണ്. അനേകം പ്രവാചക വചനങ്ങളിലൂടെ വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു നല്ല വിശ്വാസിയുടെ നല്ല ഗുണങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് താൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കുക എന്നത്. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത ദിനത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ തണൽ ലഭ്യമാകുന്നതാണ്. താൻ നല്ല കാര്യത്തിനായി പണം ചെലവഴിക്കുകയും അത് മറച്ചു വയ്ക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അതിലൊന്ന്. തൻ്റെ ഇടങ്കൈ ചെയ്തത് തൻ്റെ വലങ്കൈ അറിയാത്ത നിലയിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി നാം സ്വീകരിക്കേണ്ട അവലംബിക്കേണ്ട മാർഗങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. മറ്റാരുടെയും ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മറ്റാരെങ്കിലും നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും ഒന്നുമില്ല, മോശം പറഞ്ഞാലും ഒന്നും. അള്ളാഹു എന്ത് നിശ്ചയിക്കുന്നു, അള്ളാഹു എന്ത് തീരുമാനിക്കുന്നു, അള്ളാഹു എന്താണ് നമ്മെപ്പറ്റി തീരുമാനിക്കുന്നത്, അത് മാത്രമേ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുള്ളൂ. ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എത്ര പേർ പരാജയപ്പെട്ടു പോകുന്നു എന്നറിയുവാൻ അള്ളാഹു മാത്രമാണ്, അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് നമ്മളിൽ എത്ര പേർ പ്രവർത്തിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ എത്ര പേർ പരാജയപ്പെട്ടു പോകുന്നു എന്നറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അപ്പോൾ ഇതിൽ ബഹുഭൂരിഭാഗം ആളുകളും പരാജയപ്പെട്ട് പോകും. ഉദാഹരണത്തിന്, ഓരോ മനുഷ്യനും മഹത്വം, സ്തുതിഘോഷം, അംഗീകാരം, പ്രതിഫലം, അവർ ഉദ്ദേശിക്കുന്ന അംഗീകാരം തിരിച്ചു ലഭിക്കുന്നില്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നവരെയും നമുക്കിടയിൽ കാണാൻ കഴിയും. ഞാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് ഈ സമൂഹത്തിൽ നിന്ന് അംഗീകാരവും തിരിച്ച് ഒരു സമീപനവും ഉണ്ടാകുന്നില്ല എങ്കിൽ
നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നവരെയും നമുക്കിടയിൽ കാണാം. അതോടുകൂടി അവരാ പ്രവർത്തനങ്ങളൊക്കെ അങ്ങ് നടത്തും. കാരണം അവർക്ക് മഹത്വം വേണം, സ്തുതിഘോഷം വേണം, അംഗീകാരം വേണം, പ്രതിഫലം വേണം. ഇതൊക്കെ ഇവരെന്തിനു വേണ്ടിയാണ് ചെയ്തതെന്നും എന്താണ് അവരുടെ ഉദ്ദേശമെന്നും അറിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാർക്കും സാധ്യവുമല്ല. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹേ ജനങ്ങളെ, നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥിക്കുക. പരപ്രേരണ കൂടാത്ത പ്രാർത്ഥനകൾ. കാരണം ഏറ്റവും നല്ല പ്രാർത്ഥന ഒരാൾ തൻ്റെ വീട്ടിൽ വെച്ച് ചെയ്യുന്ന പ്രാർത്ഥനയാണ്, നിർബന്ധ പ്രാർത്ഥനകൾ ഒഴികെ. അപ്പം ഫർളായ കാര്യങ്ങൾ, നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ജമാഅത്തായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ഒരു നിശ്ചിത അളവിലുണ്ട്. അത് നമ്മൾ അപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. എന്നാൽ നമ്മുടെ വീടുകളിൽ വെച്ച് ചെയ്യുന്ന പ്രാർത്ഥനകൾ ഇത് വേറെ ആരും കാണുന്നില്ല, നമ്മൾ തന്നെയാണ്. അത് അല്ലാഹുവുമായിട്ടുള്ള ആ ബന്ധം എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് എന്നറിയുവാൻ അവനും അവൻ്റെ രക്ഷിതാവും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് തൻ്റെ വീടുകളിൽ വെച്ചാണ്. അപ്പോൾ അത് ആ നിലയിൽ മറ്റാരും കാണുന്നില്ല. മറ്റേ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പോകുമ്പോഴും മറ്റുള്ളവർ കാണും. പക്ഷെ അത് നിർബന്ധമാക്കിയത് കൊണ്ട് അത് അങ്ങനെ ചെയ്യുന്നു. എന്നാൽ അതല്ലാത്ത നിലയിൽ അവർ തങ്ങളുടെ വീടുകളിൽ ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അവനും അല്ലാഹുവുമായിട്ടുള്ള ഒരു നല്ല ബന്ധം സുസ്ഥാപിതമായി വരുന്നതിന് കാരണമാണ്. ഈ പൊങ്ങച്ച രീതികൾക്ക് അരിയാ എന്നാണ് അറബിയിൽ പറയുന്നത്. പ്രവർത്തന ആരംഭത്തിലെ പൊങ്ങച്ചം, ഞാനിപ്പോൾ എല്ലാം അത് ചെയ്ത് റെഡിയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കാഹളം മുഴക്കി അങ്ങ് ഇറങ്ങും. പക്ഷേ ആ പ്രവൃത്തിയുടെ ഫലം ഇല്ലാതാകുന്നു. എന്നാൽ അത് തുടർന്ന് അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്കുള്ള ഇടം വരെ ഇല്ലാതാകുന്നു. അതുകൊണ്ട് അതിൻ്റെ ഫലം ഇല്ലാതെ പോകുന്നു. 2 പൊങ്ങച്ച രീതികളാണ്. പ്രവർത്തനത്തിനിടയിലെ പൊങ്ങച്ചം പ്രവൃത്തിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യമാണ്. അതിൽ അവൻ വിജയിച്ചാൽ ആ പ്രവൃത്തി അംഗീകരിക്കപ്പെടുന്നതാണ്. അപ്പോൾ പ്രവൃത്തി കൊണ്ടുപോകാൻ പ്രവർത്തനത്തിനിടയിലെ പൊങ്ങച്ചം നമുക്ക് അത് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇനി അത് അവൻ ആ രീതിയിലുള്ള പ്രവർത്തനമില്ലാതെ, അങ്ങനൊരു ചിന്തയില്ലാതെ താൻ ഏറ്റെടുത്ത കാര്യവുമായി അവൻ മുന്നോട്ട് പോയി ആ കാര്യത്തിൽ അവൻ വിജയിച്ചാൽ ആ പ്രവൃത്തി അംഗീകരിക്കപ്പെടുന്നതാണ്. ഇന്ന കാര്യത്തിൽ അവൻ പരിശ്രമിച്ചു, അതിലവൻ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രവർത്തനത്തിന് ശേഷമുള്ള പൊങ്ങച്ചം, ഈ പ്രവർത്തനത്തെ അവൻ പുകഴ്ത്തിയാൽ ആ പ്രവർത്തന ഫലം റദ്ദാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി നാം ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ അനന്തരഫലം എന്ത് തന്നെ ആയാലും ഒരു സന്ദർഭങ്ങളിലും നമുക്ക് പൊങ്ങച്ചം, ഞാനെന്ന ഭാവം, എൻ്റെ കഴിവ്, എൻ്റെ ഇതുകൊണ്ടാണ് ഇതെല്ലാം ആയത് എന്നുള്ള ആ ഒരു പൊങ്ങച്ച രീതി നമ്മളിൽ ആരില്ലെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ ഫലം റദ്ദാവുന്നതാണ്. അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു, അതായത് ഒരാൾ ഒരു നല്ല പ്രവൃത്തി ചെയ്തു, മറ്റുള്ളവർ ഈ കാര്യത്തിൽ അവനെ പുകഴ്ത്തി സംസാരിക്കുന്നു. അപ്പോൾ ദൈവദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസിക്ക് ഇതൊരു നല്ല വാർത്തയാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർ ഇവൻ ചെയ്ത പ്രവൃത്തി കണ്ട് അതിൽ പുകഴ്ത്തി സംസാരിക്കുന്നു എങ്കിൽ ആ വിശ്വാസി അതിന് കാരണക്കാരനല്ല, അവൻ ആവശ്യപ്പെട്ടതുമല്ല. അത് മറ്റുള്ളവർ അങ്ങനെ അത് പറഞ്ഞതാണ്, അതവനൊട്ട് ആഗ്രഹിച്ചതല്ല. എന്നാൽ ഒരു വിശ്വാസിക്ക് ഇതൊരു നല്ല വാർത്തയാണ്. അവന് ആ നല്ല പ്രവർത്തനങ്ങൾ വീണ്ടും തുടർന്ന് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും.
മറിച്ച് ഒരാൾ മറ്റൊരാളെ അവനു വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് അധിക്ഷേപിച്ചാൽ ആ പ്രവൃത്തിയുടെ ഫലം റദ്ദാക്കുന്നതാണ്. ഉദാഹരണമായി ഓർക്കുക, ഇത് അല്ലെങ്കിൽ അത് നിനക്ക് വേണ്ടി ചെയ്തതാണ്. മാത്രമല്ല സൂറ അൽ ബഖറയിൽ 265 വചനത്തിൽ അള്ളാഹു പറയുന്നു, വിശ്വസിച്ചവരെ ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറഞ്ഞും ഉപദ്രവ വാക്കുകൾ പറഞ്ഞും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കരുത്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കാതെ ജനങ്ങളെ കാണിക്കാനായി തൻ്റെ ധനം ചെലവ് ചെയ്യുന്നവനെ പോലെ അവൻ്റെ സ്ഥിതി ഉറച്ചു മിനുത്ത ഒരു പാറയുടെ സ്ഥിതി പോലെയാണ്. അതിന്മേൽ മണ്ണുണ്ടായിരുന്നു, പിന്നീട് അതിനെ ഒരു പേമാരി ബാധിച്ചു. അങ്ങനെ അത് അതിനെ കഴുകി ഒരു മിനുത്ത പാറയാക്കി വിട്ടു. അവൻ സമ്പാദിച്ചതിൽ നിന്ന് അവർക്ക് യാതൊന്നും കരസ്ഥമാക്കാനാവില്ല. ഇത്തരം നിഷേധികളെ അള്ളാഹു വിജയമാർഗത്തിലേക്ക് നയിക്കുന്നതല്ല. ആയതിനാൽ പൊങ്ങച്ചവും കുഴലൂത്ത് നടത്തലും യഥാർത്ഥ വിശ്വാസികൾക്ക് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. പ്രവൃത്തിയിൽ ആത്മാർത്ഥതയുണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ കണ്ണുകളിലായിരിക്കണം ആ ആത്മാർത്ഥത കാണേണ്ടത്. അഭിനന്ദനവും അള്ളാഹുവിൽ നിന്നായിരിക്കണം ലഭിക്കേണ്ടത്, മനുഷ്യരിൽ നിന്നല്ല. തികഞ്ഞ വിശ്വാസത്തോടെ ഒരു വിശ്വാസി പ്രവർത്തിച്ചാൽ രണ്ടാമതൊരു ചിന്തയ്ക്ക് ഇടം കൊടുക്കാതെ, അഥവാ മാനവരാശിക്ക് ഒരു നല്ല മാതൃകയായി ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് ജനങ്ങൾ നല്ല പ്രവൃത്തികൾ ദൈവമാർഗത്തിൽ ചെയ്യുന്നതാണ്. ആയതിനാൽ ഇത്തരം പ്രവർത്തനങ്ങൾ സ്വീകാര്യയോഗ്യങ്ങളായിത്തീരുന്നു. എല്ലാം ആ വ്യക്തിയുടെ ഉദ്ദേശത്തിനനുസരിച്ചായിരിക്കും. കാരണം ഇത് ഒരു ഫലഭൂയിഷ്ടമായ മണ്ണാണ്, മറ്റിതര നല്ല ഫലങ്ങൾ കൊയ്യാൻ പറ്റിയ സ്ഥലമായി മാറുന്നതാണ്. എന്നാൽ പൊങ്ങച്ചവും കുഴലൂത്തും തെറ്റായ നടപടികളാണ്. ഇവ സാത്താനെ വിളിച്ചു വരുത്തലാണ്, ജനങ്ങളുടെ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കി കളയുന്നതാണ്, ദൈവവീക്ഷണത്തിൽ നിന്ദ്യപ്രവൃത്തിയാണ്. അല്ലാഹു തആല നമ്മെ റിആയിൽ നിന്നും സുംറായിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. നമ്മളിലുള്ള ദൈവിക പ്രകാശത്തെ അടിമകളാക്കി തീർക്കുന്ന നമ്മുടെ ഇച്ഛകളെ നിയന്ത്രിക്കുവാൻ അല്ലാഹു ശക്തി പകരട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇബാദല്ലാഹ് റഹ്മക്കുമുല്ലാഹ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽബഗി യഅ്ദുകും ലഅല്ലക്കും തദക്കറൂൻ. ഉദ്കുറുല്ലാഹ യദ്കുറുക്കും വദ്ഉഹു യസ്തജിബ് ലക്കും വലദിക്റുല്ലാഹി അക്ബർ.